ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകളാണ് കേരളത്തിലെ ആശുപത്രികളിൽ നടക്കുന്നത്. അതിൽ ഒന്നോ രണ്ടോ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഓപ്പറേഷനുകളും തെറ്റാണെന്ന് പറയാനാകുമോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആലപ്പുഴയിലുണ്ടായ ചികിത്സാ പിഴവിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. 11.5 കിലോ തൂക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചലോഹങ്ങളാൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ വലിയ മൂല്യമുള്ള സ്വത്ത് എന്തിനാണ് ഇവർക്ക് നൽകിയത്? കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതെങ്ങനെ ആര് കൊടുത്തു? അപ്പോൾ അജിത് അറിയാൻ പറയുന്നത് ഞങ്ങൾ ശരിയായി കൊടുത്തതാണെന്ന്. അപ്പോൾ കൊടുത്തു വ്യക്തമായിട്ടുണ്ട്. പിന്നെ ആ സന്ദർഭത്തിൽ തന്നെയാണ് കുടിമരത്തിന് യാതൊരു തകരാറും ഉണ്ടായിരിക്കുന്നില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം സിമെൻ്റ് ഇട്ട തറയിലായിരുന്നു. അപ്പോൾ ചെതല പിടിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചന തന്നെയാണ്. അതിനുവേണ്ടി പണം പിരിച്ചു, കോടിക്കണക്കിന്. ആ പണം എവിടെയെന്ന് കോടതി ചോദിച്ചു. സ്വർണവും പിരിച്ചു. സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അതിൻ്റെ ഭരണം. സംസ്ഥാന ഭരണമോ അതെ, ദേവസ്വം ബോർഡ് ഭരണമോ അതെ. അതുകൊണ്ട് കോടതി പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയൊക്കെ വെച്ചത് ആരപ്പ? നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? ആരാ ഉത്തരം? നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? KC വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മിണ്ടാട്ടുമില്ല. ഒരു ചാനലിലും മിണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, ഒരു യുക്കുമില്ല. അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും BJP സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ED വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല. എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്. സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. ആ കാര്യം അത് ഇതേവരെ പല സ്ഥലത്തും റീത്തി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്തി വെക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായിട്ട് റീത്തി വെച്ചത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന നിലയിലുള്ള ഒരു വർക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അതിശക്തിയായിട്ട് അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അത് സ്വാഭാവികമായിട്ട് വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണം കൂടിയായി ചേർന്നായിരിക്കും. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുക. സംഘർഷം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF-ഉം എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം പോവുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിൻ്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നിലുണ്ട്. അത് UDF അറിയാണ്ട് നടക്കുന്നതല്ല, അവരുകൂടി അറിഞ്ഞ് നടത്തുന്ന കാര്യം തന്നെയാണ്. ഈ പ്രതിഷേധത്തിന് ആധാരമായ സംഭവം ഒരു യുവതിയുടെ വയറ്റിൽ ഇങ്ങനെ ഒരു കത്രി കിടക്കുക, അതൊക്കെ വീഴ്ചയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, 10 ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവർത്തിക്കേണ്ട കാര്യം തുടർച്ചയായിട്ടൊന്നുമില്ല. അതേന്ന് 1 2 ഉണ്ടാവും, അത് കഴിയില്ലേ? പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം. അത് 2 ചൂണ്ടിക്കാണിച്ചിട്ട് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ കേൾക്കാനൊക്കെ എന്താ വേണ്ടി വെച്ചാൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വാർത്ത സൃഷ്ടിക്കുക. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി എഴുതുന്ന കിട്ടുന്ന വാർത്ത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഴ്ച അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. അവിടെ നിലപാട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ള ഒരു സംഭവമാണ്. മറ്റതും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കണ്ടിന്യൂസ് പറയുന്നത് ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവം. വളരെ ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാണ്. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ? ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇത് കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർ പറഞ്ഞ മാഷ് ശ്രദ്ധപ്പെട്ടിരുന്നു. 5 കൊല്ലം 50 വർഷം കത്രികൊന്ന് വയറ്റി കിടന്നാലും ഒരു കുഴപ്പമില്ല. അത് ഡോക്ടറെ അഭിപ്രായത്തോട് ഗവൺമെൻറ് യോജിപ്പില്ലല്ലോ.
അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഇവിടെ മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ. പിന്നെ വേറെ കൊണ്ടോ വായിക്കാൻ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തതിൽ വിമർശനം ഡോക്ടർമാരുടെ സംഘടന ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. അത് ഉറപ്പായിട്ടുണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ അവർ ഡോക്ടർമാരായിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘടന എപ്പോൾ അതുപോലെ വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യല്ല ചെയ്യുക. അത് ആരാണോ ഉൾപ്പെട്ടിരിക്കുന്നത് അവരെ, പ്രത്യേകിച്ച് ഇതെല്ലാം ചിലരെല്ലാം റിട്ടയർ ചെയ്തവരാണ്. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ നവകേരള സർവേ ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ്. അതിൽ പാർട്ടിക്ക് വീഴ്ച ഉണ്ടായെന്ന് കണക്കൂട്ടുന്നത് ഹൈക്കോടതി വലിയ വിമർശനമായിരുന്നു. ഒരു വിമർശനമില്ല. ഞങ്ങൾക്ക് നേരത്തെ പാർട്ടി അറിയുന്നു, സർക്കാർ ഞങ്ങൾ അറിയുന്ന കാര്യത്തിൻ്റെ അകത്ത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പോളിസി തന്നെയാണ്. പാർട്ടി ഇടപെട്ട സർവേ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേഡർമാരോട് അറിയിക്കുകയാണ് ഇതിൽ ഇടപെടണമെന്ന്. ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. ഹൈക്കോടതിന് വിമർശനമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയോട് സഹകരിക്കുക എന്നുള്ളത് CPIMന്റെ എല്ലാ കാലത്തെയുള്ള നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൽ നിന്ന് വിട്ടുവീഴ്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ ഒരു കത്ത് കൊടുത്തതിൽ പ്രശ്നമില്ല എന്നാണോ? ഒരു പ്രശ്നമില്ല. ഹൈക്കോടതി പറയുന്നത് പാർട്ടി ഹൈക്കോടതി പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് അവരെ നോക്കിക്കോട്ടെ, കേസല്ല. നമ്മൾ കേസ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, നാളെ വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാകും. അതിങ്ങനെയാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സന്നദ്ധ പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും സന്നദ്ധ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവരെ നൽകാൻ CPIMന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്നർത്ഥം. അത്ര കണ്ടാൽ മതി. ഈ തന്ത്രി ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. തന്ത്രിക്കെതിരെ പ്രതികാര നടപടിയായിരുന്നു SITയുടെ ഭാഗത്തുണ്ടായത്. SIT ആണെങ്കിൽ ഇപ്പോൾ അപ്പീലൊന്നും പോയിട്ടില്ല ഈ ജാമ്യം കിട്ടിയതിനെതിരെ. എന്താണ് ഇപ്പോൾ ഈ ഹൈക്കോടതി പറഞ്ഞല്ലോ ജാമ്യം കിട്ടിയാലും കുഴപ്പമില്ല. അല്ല, ഈ നേരത്തെ തന്ത്രി കേസിൽ ജാമ്യം കിട്ടും. നിങ്ങൾ ചോദിച്ചതല്ല, ഞാൻ പറഞ്ഞത് SITനെ കണ്ടെത്തൽ പ്രശ്നമുണ്ടെന്നാണോ? ഒരു പ്രശ്നമില്ല. അവർ കണ്ടെത്തി പൂർത്തിയായിട്ടില്ലല്ലോ. കണ്ടെത്തണ്ടേ? കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ആ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. പൂർത്തിയായിട്ട് വരുമ്പം എന്താണ് ചാർജ്, അതുപോലെ തന്നെ ഈ തന്ത്രിന്റെ ചാർജ് എന്താണെന്നൊക്കെ പറയും. അന്നേരം നോക്കാം. തിരുത്തിക്കൊള്ളണ്ട. ആര് കൊടുക്കാൻ, ആർക്കാ കൊടുക്കേണ്ട കാര്യമുള്ളത്? കോൺഗ്രസിന്റെ ആരോപണം അതാണ്. അത് മന്ത്രിമാരുടെ കോൺഗ്രസിന്റെ ആരോപണം, BJPന്റെ ആരോപണം. അത് നിങ്ങൾ കോൺഗ്രസിന്റെ ആളിനെ കിടക്കയില്ലേ ഇടാ. പിന്നെ ഈ BJPക്കാരൻ്റെ കാര്യം വെച്ചുകൊണ്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ തന്നെ സോണിയാഗാന്ധിയൊക്കെ കണ്ടതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. കോൺഗ്രസ് പറഞ്ഞോ? എന്തിനാണ് കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള രണ്ടാളും ആന്റോ ആൻ്റണിയും ഒപ്പം ഇപ്പോഴത്തെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശും എന്തിനാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സോണിയാഗാന്ധിയെ സന്ദർശിച്ച് കൈക്കെല്ലാം കെട്ടിക്കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം നടത്തിയത് എന്നുള്ളതിന് ഇതേവരെ കോൺഗ്രസ് മറുപടി പറഞ്ഞോ? അത് പറഞ്ഞ് കേൾക്ക്. അത് ചോദ്യം മാത്രം നോക്കിയാൽ പോരല്ലോ. അത് മറുപടി പറഞ്ഞില്ലല്ലോ. ഇല്ല. പിന്നെ വാജി വാഹനം